ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. കേസിലാർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. കൊടിമരക്കൊള്ള സംബന്ധിച്ച റിപ്പോർട്ടർ വാർത്തയും കോടതി പരാമർശിച്ചു. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ ജയശ്രീയുടെ വാദം കോടതി കണക്കിലെടുത്തില്ല. ഹരിമോഹൻ നൽകും വിവരങ്ങൾ. ഹരിമോഹൻ, ഇന്നിപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ സുപ്രീം കോടതി വീണ്ടും കടുപ്പിക്കുകയാണ്. നേരത്തെ എൻ വാസു ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോഴാണ് സ്വർണം കട്ടവരല്ലേ എന്ന ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ ഇതാ ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജിയും തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറയുന്നത് എന്താണ് ഹരി? കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് കടുപ്പിക്കുന്നത് ഹൈക്കോടതി മാത്രമല്ല, ഇപ്പോൾ സുപ്രീം കോടതിയും സമാനമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പോലും മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇന്നലെ വന്ന ചില വാർത്തകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. അത് കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് അടക്കം അന്വേഷണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലും പെട്ടു. കൊടിമരത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിച്ചില്ലേ എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജയശ്രീ ഉന്നയിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് താൻ ചികിത്സയിലാണ്, 2013 മുതൽ വൃക്ക സംബന്ധമായ രോഗത്തിന് ചികിത്സയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ആവശ്യമെങ്കിൽ ചികിത്സ ജയിലിൽ വരെ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അറസ്റ്റിന് തടസ്സമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുടെ സൂചന കൂടിയാണ്. അതായത് വരും ദിവസം ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുന്ന ദിവസം എന്തായിരിക്കും വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുക എന്നതിന്റെ സൂചന കൂടിയാണത്. കേരളത്തിൽ എയിംസ് ഉണ്ടോ, എയിംസ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലും ചികിത്സ നൽകാം, ജയിലിലോ ആശുപത്രിയിലോ ചികിത്സ നൽകാൻ കഴിയുമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമതൊരു തവണ കൂടി ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ, അതായത് SITക്ക് മുന്നിൽ വരേണ്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തൽക്കാലം ഒന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ പോലും SITക്ക് മുമ്പിൽ ജയശ്രീ ഹാജരാകണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 18-ാം തീയതി SITക്ക് മുന്നിൽ ജയശ്രീ ഹാജരാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുള്ളത് കൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് SITക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. പക്ഷേ ജയശ്രീ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതി SITക്ക് മുന്നിൽ ഹാജരാകാതിരിക്കുന്നത് തൽക്കാലം SITയെ ബാധിക്കില്ല. വീണ്ടും ഹാജരാകും, ചോദ്യം ചെയ്യാൻ കഴിയും, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ തവണയാണ് ജയശ്രീ ഹാജരാകാൻ പോകുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജനുവരി 8, 9 തീയതികളിൽ ജയശ്രീ ഹാജരാകുകയും SIT 2 ദിവസം തുടർച്ചയായി ജയശ്രീയെ ചോദ്യം ചെയ്യുകയും ഉണ്ടായത്. ഇനിയിപ്പോൾ ഫെബ്രുവരി 18-ാം തീയതി കൂടി ജയശ്രീ വരുമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമായതുകൊണ്ട് തന്നെ അതിൽ അന്നത്തെ ദിവസം ഹാജരാകേണ്ടത് അനിവാര്യമാണ് താനും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഈ അടുത്ത ദിവസം പരിഗണിക്കുമ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ജയശ്രീക്ക് അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ എങ്ങനെയാണോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. അതായത് SIT സമർപ്പിച്ചിട്ടുള്ള മറുപടി സത്യവാങ്മൂലം, അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങൾക്ക് പോലും വിരുദ്ധമായിക്കൊണ്ട് ജയശ്രീ പ്രവർത്തിച്ച് സ്വർണ്ണക്കൊള്ളയ്ക്ക് എല്ലാ വിധത്തിലുള്ള സാധ്യതകളും തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവ് കാരണം ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ എന്തുകൊണ്ട് ആ ഉത്തരവിറക്കി എന്നതടക്കമുള്ള ഒട്ടനേകം കാര്യങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട് എന്ന് കൂടിയാണ് SIT പറയുന്നത്. അതിന് കസ്റ്റഡി അനിവാര്യമാണ് എന്ന് കൂടിയാണ് SIT സൂചിപ്പിക്കുന്നത്. അത് നിലവിൽ ഈ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരിൽ പലരെയും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഫയൽ നീക്കം തുടങ്ങിയത്, ആ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസറെ കിട്ടി, അതുപോലെ പല ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യാനും അവരെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനും ഒക്കെ SITക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏറ്റവും അധികം സഹായകരമായി തീർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ ഇതേവരെ കസ്റ്റഡി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതിയും അത് മുഖവിലക്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത് ചിലപ്പോൾ ഒരു സൂചന കൂടിയായിരിക്കും എന്നുള്ളതാണ് SITയുടെ മറുപടി സത്യവാങ്മൂലം. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ SIT ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നത് 4 ദേവസ്വം മുൻ ഉദ്യോഗസ്ഥരുടെ പങ്ക് തങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിപട്ടികയിൽ തന്നെയുള്ള ആളുകളാണ്. ഈ 4 പേരിൽ 3 പേരുടെ പങ്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി ആണ് അന്ന് SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്തായാലും ഈ 3 പേരും ദേവസ്വം ബോർഡിന്റെ
മുൻ ഉദ്യോഗസ്ഥർ തന്നെയാണ്, പ്രതിപട്ടികയിലുള്ള ആളുകളുമാണ്. ഈ ദ്വാരപാലക പാളികൾ സ്വർണം കവർന്ന കേസിൽ എസ് ജയശ്രീയും പ്രതിപട്ടികയിലുള്ള ആളാണ്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്നു, മുൻ സെക്രട്ടറി ആയിരുന്നു, 4ാമത്തെ പ്രതിയാണ്. ജയശ്രീയെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷേ ഈ SIT ഉദ്ദേശിച്ചിട്ടുള്ള ഈ പ്രതികളിൽ ഒരാൾ ജയശ്രീ ആയിരിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ജയശ്രീയെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം SIT ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ നീക്കം അടക്കം തുടങ്ങിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിലും ഇതിനകത്ത് അന്തിമമായ ഒരു ഉത്തരവ്, അതായത് സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള അനുമതി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർക്ക് നൽകിക്കൊണ്ടുള്ള അന്തിമ ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയത്, എസ് ജയശ്രീ പുറത്തിറക്കിയത് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം സെക്രട്ടറി അന്ന് അങ്ങനെ ഒരു ഉത്തരവ് 2019 ഒരു ഉത്തരവ് പുറത്തിറക്കിയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും SITക്ക് ചോദിക്കാനുള്ളത്. അത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് ഈ എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ ജയശ്രീക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായി മാറും. അത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ജയശ്രീ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതോടുകൂടി SITക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. നിലവിൽ ഇതിനോടകം തന്നെ ജയശ്രീയുടെ പങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. മറ്റു പ്രതികളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിൽ SIT വെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ജയശ്രീ അതിനെ ఖండిക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ അത് നിലനിൽക്കത്തക്കതല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ KP ശങ്കരദാസ്, ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള ശങ്കരദാസും സമാനമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയും ഒക്കെ സമീപിക്കുന്ന ഒരു നിലയുണ്ടായി. അന്നും ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാ കോടതികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സ കൊടുക്കാൻ നിലവിലത്തെ സംവിധാനത്തിന് കഴിയും, ജയിലിൽ ചികിത്സ കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സൗകര്യങ്ങളിൽ ചികിത്സ കൊടുക്കാൻ കഴിയും. അന്നും സമാനമായിട്ട് ഈ കോടതിയിൽ നിന്ന് അത്തരം വിമർശനങ്ങൾ ഉയർന്നതോടുകൂടിയാണ് SIT ആശുപത്രിയിൽ എത്തിക്കൊണ്ട്, അതായത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കരദാസിനെ അതേ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് രോഗം കുറച്ച് ഭേദമായപ്പോൾ നേരെ കൊണ്ടുപോയത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ്. സെൻട്രൽ ജയിലിൽ ഒരു ആശുപത്രിയുണ്ട്, ആ ആശുപത്രിയിലും ചികിത്സ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത്രത്തോളം സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു കാരണമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതികളെല്ലാം തന്നെ, നേരത്തെ ഹൈക്കോടതി ആണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി ആണെങ്കിലും നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷേ ജയശ്രീയുടെ കാര്യത്തിൽ സംഭവിക്കാനുള്ള സാധ്യത നേരത്തെ ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ, ഇടക്കാല റിപ്പോർട്ടിൽ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിലേക്ക് പോകാൻ കൃത്യമായി തെളിവുള്ള 3 പേരുടെ കാര്യം പറയുന്നുണ്ട്. 2 സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ ആ 3 അറസ്റ്റിൽ 1 ജയശ്രീ ആകും എന്ന് നമുക്ക് ഒരു ഊഹത്തിലേക്ക് എത്താൻ കഴിയില്ലേ? അപ്പോൾ പലതവണയായി മുൻകൂർ ജാമ്യം എന്ന രൂപത്തിലാണ് ജയശ്രീ പുറത്തു നിൽക്കുന്നത്. ആ അറസ്റ്റ് അങ്ങനെയാണെങ്കിൽ വൈകാതെ ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത്? ഏതായാലും 18-ാം തീയതി അല്ലേ, 18-ാം തീയതി വരെയല്ലേ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന ഒരു വനിത എന്ന രൂപത്തിൽ കൂടി അതിനെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും സ്മൃതി, അതിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്തായാലും നിലവിൽ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു കടുത്ത നിലപാട് നിലവിൽ SIT സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽപ്പെട്ട ആളുകളിൽ പലരുടെയും മൊഴി ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയശ്രീ അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ചിലരെ സാക്ഷികളാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇതിൽ 4 പേർ, അതായത് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലകപ്പാളി കേസിലുമായി ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ ഒരു 4 പേരുടെ കൂടി പങ്കിനെ കുറിച്ച് SIT ഈ ദിവസങ്ങളിൽ അന്വേഷിച്ചു വരികയായിരുന്നു. അതിൽ മറ്റു പല ആളുകളുടെയും ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി, നിലവിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. അപ്പോൾ അവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഒപ്പം രേഖകൾ അടക്കം വെച്ചുകൊണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് SIT ഒരു കാര്യം പറയുന്നത്. ഈ 4 പേർ, അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഈ 4 പേരിൽ 3 പേർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 2 പേർ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ ഉണ്ട്. അവർക്ക് ഈ കേസിൽ അവരുടെ പങ്ക് തെളിഞ്ഞ
തെളിഞ്ഞതാണ്, കട്ടളപ്പാളി കേസിൽ ഒരാളുടെ പങ്ക് തെളിഞ്ഞാണ്. ഇങ്ങനെ 3 പേരുടെ കാര്യമാണ് SIT പറയുന്നത്. ഇത് ഇടക്കാല റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇവരുടെ പേര് വിവരങ്ങളടക്കം ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ ഇവരുടെ പേരില്ല, മറിച്ച് അവരുടെ എണ്ണം 4 പേരിൽ 3 പേരുടെ പങ്ക് തെളിഞ്ഞു എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുമുണ്ട്. അപ്പോൾ ഈ 3 പേർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പേര് ഇടക്കാല ഉത്തരവില്ലാത്തിടത്തോളം നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു ഘട്ടത്തിലും, അതായത് കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ജയശ്രീയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് SIT പറയുമ്പോൾ ജയശ്രീയുടെ പങ്കിനെ കുറിച്ച് SITക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരിക. അതായത് ജയശ്രീയുടെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നതിന്റെ സൂചന കൂടിയായി നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ അറസ്റ്റിലാകുന്ന, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ വനിത എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും വനിത എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സ്മൃതി, ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയശ്രീക്ക് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഇനി മുൻകൂർ ജാമ്യാപേക്ഷമായി സുപ്രീം കോടതിയിലേക്ക് ഈ കേസിൽ ആരും വരണ്ട എന്നുകൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്.